തന്നെ നമുക്ക് എല്ലാവരും വിളിച്ച് സംസാരിക്കാം അല്ലേ. സോ ആദ്യം തന്നെ അർജുനാണ്. അർജുൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ്, തൃശ്ശൂർ. അർജുന് ഭയങ്കര കൈയടിണ്ടല്ലോ. അർജുൻ ഫാൻസ് ആണോ? ആ അടിപൊളി. സംസാരിക്കണ്ടോ? അപ്പോൾ ഇത്രയും കയ്യടി തന്ന സ്ഥിതിക്ക് നമുക്കൊരു ഹായെങ്കിലും പറയാം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, എല്ലാം അടിപൊളി ആൾക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. നമുക്ക് എല്ലായിടത്തും കിട്ടിയ സ്വീകരണവും എല്ലാം നമുക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെല്ലാവരും പാടുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇനി കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കൃഷ്ണശ്രീ കോഴിക്കോട്ടുകാരിയാണ്. അപ്പം മോളെ പറഞ്ഞു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും സ്വീകരണം കിട്ടുന്നത്. പിന്നെ ഇതേപോലെ ഇവിടുത്തെ ഓഡിയൻസ് എല്ലാം ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ കുറേ സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. അപ്പോൾ ബാക്കി പ്രോഗ്രാംസ് ഒക്കെ കാണാൻ ഇനി കാത്തിരിക്കാന്നറിയാം. അപ്പോൾ ഇനി നമ്മുടെ പവിത്രയാണ്. പവിത്ര എറണാകുളം തൃപ്പൂണിത്തുറയാണ് വീട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഗായത്രിയുടെ നാട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. ആൻഡ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ പാടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. തീർത്ത നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. തൊട്ടപ്പുറത്ത് നല്ല പക്ഷെ മലപ്പുറം. എല്ലാവർക്കും നമസ്കാരം. കുറേ സന്തോഷം. കാരണം നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെല്ലാവരും സ്വീകരിച്ച രീതി സത്യത്തിൽ മനസ്സിൽ കൊണ്ടു. അത്രയും സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ വെൽക്കം ചെയ്തത്. എന്താ പറയുക, സ്നേഹത്തിന് അത്രയും ഒരു പ്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ പാട്ടൊക്കെ കേൾക്കണം. താങ്ക് യു. നമ്മുടെ ഗായത്രിയുടെ ടീച്ചറാണ് അഷിമ. അഷിമ മൺ സ്റ്റാർ സിംഗർ മുതൽ ഉള്ളൊരു എന്താ പറയുക സിംഗറാണ്. ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ്. ഇപ്പം സീസൺ 9ലും സീസൺ 10ലും അഷിമ ടീച്ചറാണ്. കുട്ടികളെ നമ്മളെ മെൻറ്റർ പഠിപ്പിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഗായത്രിയുടെ ടീച്ചറാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഗായത്രീൻ്റെ ജന്മനാട്ടിലേക്ക് പാലക്കാട് വരാൻ പറ്റിയതിൽ. ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഗായത്രിയുടെ വീടും നാടും ഒക്കെ കാണാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. ഗായത്രി എപ്പോഴും ചിരിച്ച മുഖത്തോടെ നല്ല ഒരു എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതേപോലെ തന്നെ വളരെ നല്ല നമുക്കൊരു വാം വെൽക്കം ഒക്കെ നൽകി നമ്മൾ ഒരുപാട് സന്തോഷിപ്പിച്ച നാട്ടുകാരുമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ ഗായത്രിയുടെ കൂടെ സ്റ്റാർ സിംഗർ ടീമിൻ്റെ കൂടെ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയുള്ള എല്ലാ എപ്പിസോഡ്സിലും നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സ്റ്റാർ സിംഗർ റീലോഞ്ച് ചെയ്യുമ്പം എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം. ഗായത്രിക്കും സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 കാണില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ വോട്ടൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും വോട്ട് കൊടുക്കണം. ഗായത്രിക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കണം. ഗായത്രിക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഗായത്രീനെ പരിചയപ്പെടുത്താനൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, ഗായത്രീൻ്റെ നാട്ടിൽ വരുമ്പം ഒരുപക്ഷെ പറയണം എന്ന് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ഇതിനു മുന്നേ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഗായത്രിയുടെ അടുത്ത് സംസാരിക്കുമ്പം ഭയങ്കര നല്ലൊരു കുട്ടിയാണ്. നല്ല ശാന്തമായിട്ട് സംസാരിക്കുന്ന, എല്ലാവരുടെ അടുത്തും പ്യൂരിറ്റിയോടുകൂടി സംസാരിക്കുന്ന, അങ്ങനെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു കുട്ടിയാണ്. ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഒരുപാട് സ്വാധീനിക്കും, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പല കാര്യങ്ങളിലും. തീർച്ചയായിട്ടും ഈ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇയാൾ എപ്പോഴും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൊണ്ട്